പെരുന്നാളൊക്കെ ദാ ഇങ്ങ് അടുത്തെത്തി. നമുക്ക് കുറച്ച് കിടിലൻ പുഡിങ്ങുകൾ ഉണ്ടാക്കാം കേട്ടോ. ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന നല്ല കുറച്ച് പുഡിങ്സ്. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് കരുതാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള നല്ലൊരു പുഡിങ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് തൈരാണ് വേണ്ടത്. ഞാനിവിടെ 3/4 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. തൈര് എന്ന് പറയുമ്പോൾ പുളിയില്ലാത്ത നല്ല കട്ട തൈര് വേണം എടുക്കാൻ. ആ തൈര് ഒരു അരിപ്പയിൽ ഒരു 15 മിനിറ്റ് നേരം വെച്ചിട്ട് വേണോട്ടോ എടുക്കാൻ. അല്ലെങ്കിൽ നല്ലൊരു കോട്ടൺ തുണിയിൽ ഒന്ന് കെട്ടി വെച്ചിട്ട് അതിൻ്റെ മുഴുവൻ വെള്ളവും കളഞ്ഞിട്ട് വേണം തൈര് എടുക്കാൻ. അതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഒരു 6-7 മിനിറ്റ് നന്നായിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഇതൊന്ന് നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കുന്നത്. നന്നായിട്ട് ബീറ്റ് ആകുമ്പോൾ ഇതിൻ്റെ ടെക്സ്ചർ ഒന്ന് മാറി നല്ല സോഫ്റ്റായിട്ട് വരും. ദാ ഇതുപോലെ. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി മറ്റൊരു ബൗളിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. നമ്മൾ വേറെ പാലും കാര്യങ്ങളൊന്നും ഇതിൽ ചേർക്കുന്നില്ല. വെറും 3-4 ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് ചെയ്യുന്ന അടിപൊളിയായിട്ടുള്ളൊരു ഈസി പുഡിങ്ങാണ് കേട്ടോ ഇത്. ഇതിലേക്ക് നമ്മൾ 3/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊരു മീഡിയം മധുരമേ വരുള്ളൂ. നിങ്ങൾക്ക് കുറച്ചും കൂടെ മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 2-3 സ്പൂണും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊരു മീഡിയം മധുരത്തിലാണ്. എനിക്ക് ഒരുപാട് മധുരം ഇഷ്ടമല്ല, ചെറിയൊരു മടുപ്പ് വരുമല്ലോ. അപ്പോൾ അത് ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടി കുറച്ച് മധുരം കുറച്ചിട്ടാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ മധുരം ചേർക്കാം. ഇനി ഇതിലേക്കൊരു 4 ഏലക്കായ നന്നായിട്ട് പൊടിച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം. തൊലിയെല്ലാം മാറ്റിയിട്ട് കുരു പൊടിച്ചിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഫ്രഷ് ക്രീമും കണ്ടൻസ് മിൽക്കും നന്നായിട്ടൊന്ന് യോജിക്കുന്ന രീതിയിൽ ഒന്നങ്ങ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു കേർഡ് നമുക്കിതിലേക്കായിട്ട് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇത്ര മാത്രമേ ഉള്ളൂ. പക്ഷേ നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു പുഡിങ് തന്നെയാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ കേടും സംഭവങ്ങളൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഐറ്റം ആണല്ലോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് കഴിക്കാൻ ഇഷ്ടമാവും. അപ്പോൾ അവർക്കൊക്കെ എന്തായാലും ഉണ്ടാക്കി കൊടുത്ത് നോക്കണേ. അപ്പോൾ കേട് മുഴുവനായിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇനി മിക്സ് ചെയ്യുമ്പോഴത്തേക്കിനും ഫോർക്കോ അല്ലെങ്കിൽ ഇതുപോലെ വിസ്കോ വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കണം. അതും ഒരു 5-6 മിനിറ്റ് നമ്മൾ കൈയെടുക്കാണ്ട് തുടരെ ഇളക്കി നല്ല പോലെ എല്ലാം കൂടെ നന്നായിട്ട് കമ്പൈൻ ആവുന്ന രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള പാത്രത്തിൽ ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഞാനിവിടെ ഇതുപോലത്തെ മണ്ണിൻ്റെ പാത്രങ്ങളാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രങ്ങൾ എടുക്കാം. ഇനി ഇതിനകത്ത് എല്ലാത്തിലും നമുക്ക് ഈ ഒരു മിശ്രിതം നിറച്ചു കൊടുക്കാം. ഇപ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ. കാരണം നമ്മൾ ചേർത്തിരിക്കുന്ന ഐറ്റംസ് ഒക്കെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഐറ്റംസ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ലതാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് ഫില്ലായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ എല്ലാം കൂടെ ഒന്ന് കൊട്ടിയിട്ട് കൊടുക്കാം കേട്ടോ. ഇതൊരു വട്ടപാത്രത്തിലായിട്ട് മുറിച്ചെടുക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ നല്ല ക്രീമി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ക്ലിൻ ഫിലിം വെച്ചിട്ടോ അല്ലെങ്കിൽ അലൂമിനിയം റാപ്പ് വെച്ചിട്ടോ ഒന്നങ്ങ് മൂടി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം. ഒരു 6-7 മിനിറ്റ് നന്നായിട്ട് ആവി കയറിയാൽ മതിയാവും. ഇതുപോലെ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ 7 മിനിറ്റ് നന്നായിട്ടൊന്ന് സ്റ്റീമായിട്ട് വരട്ടെ. ഇപ്പോൾ ഇത് സ്റ്റീമായി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. തണുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അപ്പോൾ ഇതെല്ലാം നമ്മൾ വെളിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ഡെക്കറേഷന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ബദാമാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ പുറത്തുള്ള ഈ ഒരു റാപ്പും കാര്യങ്ങളൊക്കെ ഒന്നെടുത്ത് മാറ്റി കൊടുക്കാം. അതിനുശേഷം കുറച്ച് ബദാമോ എന്തെങ്കിലും ഇഷ്ടമുള്ള നട്ട്സ് ഏതാണോ അത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഒന്ന് വെച്ച് കൊടുക്കാം. ഒരു ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് മാത്രം കേട്ടോ. അപ്പോൾ നമുക്കിനിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം.
നെക്സ്റ്റ് നമ്മൾ പൈനാപ്പിൾ കൊണ്ടാണ് കേട്ടോ പുഡിംഗ് ഉണ്ടാക്കുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ടേസ്റ്റിൽ കിട്ടുന്ന നല്ലൊരു പുഡിങ്ങാണിത്. ബിരിയാണിയൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഇതുപോലൊരു പുഡിങ് കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയും കേട്ടോ അടിപൊളിയെന്ന്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം പൈനാപ്പിളൊക്കെ നന്നായിട്ടൊന്ന് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതിൻ്റെ കുറച്ച് ജ്യൂസ് എടുക്കണം. അപ്പോൾ ജ്യൂസ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഇതിൻ്റെ ഏറ്റവും മുകളിലത്തെ ഭാഗമാണ് എടുക്കുന്നത്. അത് നമുക്കതങ്ങ് മാറ്റി വയ്ക്കാം. ഇനി ഇതിൻ്റെ നല്ല ഭാഗം നമുക്ക് ചെത്തിയെടുക്കാം. ഇതുപോലെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ നല്ല ഭാഗം കിട്ടും കേട്ടോ. അത് കഴിക്കാനാണെങ്കിലും അതെ, പുഡിങ്ങിനാണെങ്കിലും അതെ, എന്തിനാണെങ്കിലും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഭാഗവും ആ ഒരു ചൊറിയുന്ന ഭാഗവും അത് രണ്ടും രണ്ടായിട്ട് കിട്ടും. അപ്പോൾ അതാ ഈ രീതിയിലൊന്ന് കട്ട് ചെയ്ത് നോക്കുക. അത് നമ്മൾ നോർമലി വീട്ടിൽ കട്ട് ചെയ്യുവാണെങ്കിൽ ഈ ഒരു രീതിയിൽ എടുക്കുക കേട്ടോ. പിന്നെ അതിൻ്റെ അകത്തുള്ള ആ ഒരു സംഭവമില്ലേ കുറച്ച് കട്ടിയുള്ളത്, അത് നമ്മൾ ജ്യൂസിന് വേണ്ടിയിട്ടാണ് കേട്ടോ എടുക്കുന്നത്. എല്ലാം ഈ ഒരു പുഡിങ്ങിന് വേണ്ടിയിട്ട് തന്നെ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് സംഭവം കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പൈനാപ്പിളിൻ്റെ ആ ഒരു മുള്ള് കൊള്ളാത്ത രീതിയിൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ആ നല്ല ഭാഗം കട്ട് ചെയ്തെടുത്തത് ഇതുപോലെ കുഞ്ഞതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതെല്ലാം നമ്മൾ പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ജ്യൂസിനുള്ള നമ്മൾ വേറെയും മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ജ്യൂസിന് വേണ്ടിയിട്ടുള്ളത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. എന്നിട്ട് അത് അരിച്ചിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അവിടെ വെക്കാം കേട്ടോ. ഇനി നമുക്ക് വേറൊരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് അത്രയും തന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കുവാണ്. ഒരു 1/4 കപ്പ് അല്ലെങ്കിൽ 1/4 കപ്പിനേക്കാൾ ഒരല്പം കൂടിയാലും കുഴപ്പമില്ല. നമ്മുടെ പൈനാപ്പിളിൻ്റെ മധുരം അനുസരിച്ചിട്ടാണ്. നല്ല മധുരമുള്ള പൈനാപ്പിൾ ആണെങ്കിൽ 1/4 കപ്പ് തന്നെ മതിയാവും. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കുക. പഞ്ചസാരയും വെള്ളവും കൂടെ നന്നായിട്ടൊന്ന് മിക്സായി ഒരു നല്ലൊരു കുറുകിയ കൺസിസ്റ്റൻസി ആവുന്ന സമയത്ത് ഒട്ടുന്ന പരുവൊന്നും ആവണ്ട കേട്ടോ. അപ്പോൾ അതിന് മുന്നേ തന്നെ നമുക്ക് ഈ ഒരു പൈനാപ്പിൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 5-6 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഈ പഞ്ചസാരക്കകത്ത് ഈ ഒരു പൈനാപ്പിൾ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. ഇനി അതേ പാത്രത്തിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ഏകദേശം 1.5 കപ്പോളം ജ്യൂസ് ഉണ്ട്. ഞാനിതിലേക്ക് 1 കപ്പ് മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുവാണ്. അതിനുശേഷം പിന്നെ നമ്മൾ ചൈന ഗ്രാസാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ 1 കവർ ചൈന ഗ്രാസിൽ 10 ഗ്രാമാണ് ഉണ്ടാവുക. അതിൽ പകുതിയാണ് നമ്മൾ ഇതിലേക്കായിട്ട് ഇട്ട് കൊടുക്കുന്നത്. ക്വാണ്ടിറ്റി കൂടുന്തോറും കൂടുതൽ ചൈന ഗ്രാസ് ആവശ്യമായിട്ട് വരും. ഞാൻ എടുത്തിട്ടുള്ളത് ഇത്രത്തിന് മതിയാവും കേട്ടോ. ഇത് ഏകദേശം ഒരു 1/2 ലിറ്റർ താഴെ കാണും ഈ ഒരു പൈനാപ്പിൾ ജ്യൂസ് ഇട്ടാൽ. ഞാൻ എടുത്ത കപ്പിനാണ്, കുറച്ച് വലിയ കപ്പായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 1/2 ലിറ്ററിന് താഴെ ഈ ഒരു നമ്മളുടെ പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു 5 ഗ്രാം ചൈന ഗ്രാസ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ചൈന ഗ്രാസ് എല്ലാം നന്നായിട്ട് മെൽറ്റ് ആവുന്നിടം വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ എല്ലാം നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പുഡിംഗ് ട്രേയിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റീൽ പാത്രത്തിലേക്കോ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഒഴിക്കുമ്പോഴത്തേക്കിനും പ്രത്യേകം ശ്രദ്ധിക്കുക, അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ആ ഒരു ചൈന ഗ്രാസിന് എന്തെങ്കിലും പൊടിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോകും. അതുപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് ജെല്ലി ഇരിക്കാനും ഇങ്ങനെ ഒന്ന് അരിച്ചൊഴിക്കുന്നതാണ് നല്ലത്. ഏത് പുഡിംഗ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഒന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് അരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഫ്രിഡ്ജിൽ വെക്കണം എന്നൊന്നുമില്ല. തണുത്ത് കഴിഞ്ഞിട്ടൊന്ന് ഫ്രിഡ്ജിൽ വെച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. അല്ലാണ്ട് തന്നെ ഇത് സെറ്റായി കിട്ടും. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതും കാണുമ്പോൾ കുറച്ച് പ്രോസസ്സൊക്കെ ഉണ്ടെങ്കിലും സിമ്പിളായിട്ടുള്ള ഒരു ഐറ്റമാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്നൊരു സംഭവം കൂടിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം, മറക്കാണ്ട്. എന്നിട്ട് ഫീഡ്ബാക്ക് പറയണേ. അപ്പോൾ ഇതിലേക്ക് നമ്മളൊരു 1/4 കപ്പ് മിൽക്ക് മെയ്ഡും കുറച്ച് പഞ്ചസാരയും കൂടി ആയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മിൽക്ക് മെയ്ഡ് മാത്രമാണെങ്കിൽ അങ്ങനെ ചേർക്കാം. ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ചിട്ടാണ്. മിൽക്ക് മെയ്ഡ് കുറച്ച് വിലയുള്ള സാധനമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ ഇനി ഇതിപ്പോൾ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യുവാണ്. ഞാനൊരു 6 ഗ്രാം ചൈന ഗ്രാസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഒന്ന് മെൽറ്റാക്കി എടുക്കുവാണ്. അതിനുശേഷം ഇതൊന്ന് അരിച്ചിട്ട് ഈ പാലിലേക്ക് ചേർത്ത് കൊടുക്കുവാണ്. ഡയറക്റ്റ് ചേർത്ത് കൊടുക്കാം. ചില സമയം ഡയറക്റ്റ് ചേർക്കുന്ന സമയത്ത് പാലൊന്ന് പിരിയുന്ന ചാൻസ് ഉണ്ട്. അങ്ങനെ പിരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ സംഭവം സെറ്റായി കിട്ടും. അപ്പോൾ അങ്ങനെ വരാതിരിക്കണമെങ്കിൽ ഇതുപോലെ ഒന്ന് മെൽറ്റാക്കിയിട്ട് ചേർത്താൽ മതി. ഇനി ഒരേ ഡയറക്ഷനിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് ആയി കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് തീയൊക്കെ ഓഫ്
ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത്രയും സമയമായപ്പോഴേക്കും നമ്മുടെ ജെല്ലി നല്ലോണം സെറ്റായിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഒന്നങ്ങ് സെറ്റാകുമ്പോൾ വേണമെങ്കിൽ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കാം. അപ്പോൾ ഒന്നും കൂടെ നന്നായിട്ട് സെറ്റായി കിട്ടും. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെറിയ പീസുകളായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസ് ഏതാണോ ആ ഒരു സൈസിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള പാലിൻ്റെ മിക്സ് ഈ ഒരു ജെല്ലിൻ്റെ മുകളിൽ ഒഴിച്ച് സെറ്റ് ചെയ്തിട്ടും പുഡിംഗ് ആയിട്ട് നമുക്ക് അങ്ങനെ എടുക്കാം. ഇതിപ്പോൾ ഞാനിതാ ഇതുപോലെ മറ്റൊരു പാത്രത്തിൽ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലിട്ടിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കുറച്ച് റിസ്ക്കിയാണ് അത്. ഇതിൻ്റെ മുകളിലേക്ക് ഒഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്ത് നല്ല ഭംഗിയിൽ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതിന് പറ്റിപ്പോൾ ഒരു സംഭവം ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ, പറഞ്ഞുതരാം. അപ്പോൾ എന്തായാലും നമ്മളിതാ ഇതുപോലത്തെ ഒരു പാത്രത്തിലാണ് ഞാനിപ്പോൾ സെറ്റ് ചെയ്തെടുക്കുന്നത്. നമ്മൾ നേരത്തെ കാച്ചി വെച്ചിട്ടുള്ള ആ ഒരു പാലും ചൈന ഗ്രാസും പഞ്ചസാരയും കൂടെയുള്ള ആ ഒരു മിക്സ് നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം ആക്കി വെച്ചിട്ടുള്ള ഒരു പൈനാപ്പിളിൻ്റെ മിക്സ് നമ്മളിതാ ഇതിലേക്കായിട്ട് ഇട്ട് കൊടുക്കുവാണ്. നല്ല ടേസ്റ്റുള്ളൊരു പുഡിങ്ങാണ് കേട്ടോ. പൈനാപ്പിളിൻ്റെ ആണെങ്കിലും നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കാരണം ഇതിൽ ജെല്ലിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് നല്ലോണം ഇഷ്ടപ്പെടും. അപ്പോൾ ഈ പെരുന്നാളിനൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ജെല്ലിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം. നല്ലത് തന്നെയാണ്. നമുക്കിത് കമഴ്ത്തി വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ കട്ട് ചെയ്ത് ആളുകളൊക്കെ വരുമ്പോഴത്തേക്കിനും കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഞാനിപ്പോൾ ജെല്ലി ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് അടുത്ത ലെയർ നമ്മുടെ ബാക്കിയുള്ള ഒരു പാലും കൂടെ അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. എപ്പോഴും ഇതുപോലെ അരിച്ചു കൊടുക്കുന്ന കാര്യം മറക്കരുത് കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു അരിക്കുന്നതിലൂടെ അതൊക്കെ അങ്ങോട്ട് മാറിപ്പോവും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അടുത്ത ലെയർ നമ്മൾ അരിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്കായിട്ട് വീണ്ടും നമ്മൾ ജെല്ലിയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുവാണ്. ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കാം. നെക്സ്റ്റ് നമ്മൾ നല്ല സിമ്പിളായിട്ടുള്ള അടുത്ത പുഡിങ്ങാണ് ഉണ്ടാക്കുന്നത്. കോഫി പുഡിങ്ങാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ബ്രെഡ് ആവശ്യമായിട്ടുണ്ട്. അത് നമുക്കിതുപോലെ സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇന്ന് കാണിക്കുന്ന 3 പുഡിങ്ങും എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അധികം സമയമൊന്നും മെനക്കെടാണ്ട് വേഗം ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മളൊരു പുഡിംഗ് ട്രേയിലേക്ക് ഈ ഒരു ബ്രെഡ് നമ്മൾ നിരത്തി കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ലെയർ ബ്രെഡ് നമ്മൾ വെച്ച് കൊടുക്കുവാണ്. ഇനി ഇതിലേക്കൊരു മിക്സ് റെഡിയാക്കണം ഇതിൻ്റെ മുകളിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാത്രം എടുക്കുക. നോൺ സ്റ്റിക്ക് പാത്രമാണെങ്കിൽ അത്രയും നല്ലത്. അതിലേക്ക് 1/2 കപ്പ് പാൽപ്പൊടി ചേർക്കുക. ഇതിന് പകരം ഒരു 1.5 കപ്പ് പാല് ചേർത്താലും മതി. ഇതിലേക്ക് നമ്മുടെ കാപ്പിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 1 സ്പൂൺ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1 രൂപേൻ്റെ ഒരു കാപ്പിപ്പൊടി മുഴുവനായിട്ടും എടുത്തിട്ടുണ്ട്. ഈ ഒരു 1/2 കപ്പ് പാൽപ്പൊടിയിലേക്ക് ഞാൻ ഏകദേശം 1.5 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം തീ കത്തിക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പോളം കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ലോണം മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അതൊന്ന് കുറുകി വരും. ആ ഒരു കുറുകി വരുന്ന സമയത്ത് തന്നെ നമുക്കിതിലേക്ക് കുറച്ച് കോൺഫ്ലോർ ചേർക്കാനുണ്ട്. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കുറച്ച് വെള്ളത്തിലോ പാലിലോ കലക്കിയിട്ട് നമുക്കിതിലേക്ക് ചേർക്കാനുണ്ട്. അപ്പോൾ അത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുവാണ്. ഇനി നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ആ ഒരു മിക്സ്ചർ നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഈ ഒരു കോൺഫ്ലോർ മിക്സും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നല്ലോണം ഇളക്കി കട്ടയൊന്നും കെട്ടാണ്ട് തന്നെ നമുക്ക് നല്ലോണം ഇതുപോലെ ഇളക്കിയിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമ്മളുടെ ബ്രെഡിലേക്ക് തന്നെ തിരിച്ചു പോകാം. ഇതൊന്ന് കുതിർത്തിയെടുക്കണം. അപ്പോൾ ആ കുതിർത്തിയെടുക്കുന്നത് പാലിൽ തന്നെയാണ്. നമ്മളിതിലേക്ക് ബൂസ്റ്റാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ബൂസ്റ്റ് ഇല്ല, കോഫി പൗഡറേ ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് അത് തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ബ്രെഡിലേക്ക് നല്ലോണം തന്നെ ഒഴിച്ചു കൊടുക്കാം. ഭയങ്കര ഓവറായിട്ട് ഒഴിക്കേണ്ട. കാരണം നമ്മൾ മറ്റേ മിക്സ്ചറും കൂടെ ചെല്ലുമ്പോഴത്തേക്കിനും ഇത് വെള്ളം പോലെ വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ആ ഒരു ബ്രെഡ് മുങ്ങാൻ പാകമായിട്ട് മാത്രം ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള ആ ഒരു മിക്സ് റെഡിയാക്കി കൊടുക്കുക. അടുത്ത ലെയർ ബ്രെഡ് വെച്ച് കൊടുക്കുക. ബാക്കിയുള്ള പാല് ഇതിൻ്റെ മുകളിലേക്കായിട്ടും ഒഴിച്ചു കൊടുക്കുക. ഏകദേശം ഒരു 250 ml കപ്പിൽ 1 കപ്പ് പാലാണ് നമുക്ക് ഒരു ബ്രെഡ് കുതിർത്താൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത്. അടുത്ത ലെയറും മുഴുവനായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും നമ്മൾ ബൂസ്റ്റ് ഇട്ട പാല് ഒഴിച്ചു കൊടുക്കുവാണ്. നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ മുകളിലേക്കായിട്ട് ബാക്കിയുള്ള ആ ഒരു പാൽപ്പൊടിൻ്റെ മിക്സും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് ന്യൂട്ടല്ല ഞാൻ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം നമുക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതോ അല്ലെങ്കിൽ കോഫി പൗഡർ ഡസ്റ്റ് ചെയ്ത് കൊടുക്കുകയോ ബൂസ്റ്റ് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് നട്ട്സോ കാര്യങ്ങളോ വെച്ചിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഇഷ്ടമുള്ള പോലെ ആക്കി കൊടുക്കാം. അപ്പോൾ ഞാനിത് ന്യൂട്ടല്ല വെച്ചിട്ടാണ് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്.
ഇതിപ്പോൾ സെറ്റായിട്ടുണ്ട്. നമുക്കിത് നേരെ ഫ്രിഡ്ജിലേക്ക് മാറ്റാം. എല്ലാ പുഡിങ്ങും ഒരു 3 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദാ ഇത് റെഡി ആയിട്ടുണ്ട്, എല്ലാ സംഭവങ്ങളും റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പൈനാപ്പിൾ പുഡിങ് ഒന്ന് കമഴ്ത്തി എടുക്കാം. അപ്പോൾ ഇത് കമഴ്ത്തുന്നതിൻ്റെ ഇടയിൽ എൻ്റെ ആദ്യക്കുട്ടൻ വന്നിട്ട് ചെറുതായിട്ടൊരു പണി തന്നിട്ടുണ്ട്. അതൊന്ന് തട്ടി ഒന്ന് കുളവാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്നിങ്ങനെ ഒന്ന് ഉടഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൻ വന്നിട്ട് ആ ഒരു ആക്രാന്തത്തിൽ, ആ ഒരു ജെല്ലി കാണാൻ വേണ്ടിയിട്ടുള്ള ആക്രാന്തത്തിൽ ഒന്നങ്ങ് കുടഞ്ഞതാണ് കേട്ടോ. സൈഡിലിട്ടൊന്ന് തട്ടിയതാണ്. അങ്ങനെ അങ്ങ് കുറച്ചങ്ങോട്ട് ഉടഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് എടുക്കുവാണെങ്കിൽ കറക്റ്റായിട്ട് അത് കിട്ടിയേനെ. ജെല്ലി കാണാനുള്ളൊരു ആകാംക്ഷയിൽ വേഗം ചെയ്തു പോയതാണ് കേട്ടോ. അതിൻ്റെ സൈഡിൽ ഇങ്ങനെ വന്നടിച്ചതാണ്. അപ്പോൾ അതങ്ങൊന്ന് ഉടഞ്ഞു പോയി. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണല്ലോ ജെല്ലി, അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ എന്തായാലും സംഭവം എല്ലാം റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പുഡിങ് ഏതാണെന്നുള്ളത് മസ്റ്റായിട്ടും കമൻറ്റ് ചെയ്യണം. എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് മറക്കാണ്ട് ഫീഡ്ബാക്കും പറയണേ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഈദ് പുഡിങ്ങുകൾ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഒക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഇനി നമുക്ക് നമ്മുടെ കോഫി പുഡിങ് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു പുഡിങ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളുടെ കോഫി പുഡിങ്. അപ്പോൾ നല്ല ബൂസ്റ്റിൻ്റെയും കോഫീൻ്റെ ഒക്കെ ടേസ്റ്റിൽ ആ ന്യൂട്ടെല്ലയും കൂടെ മേളിൽ വന്നപ്പോൾ നല്ല കിടിലനായിട്ടുണ്ട് സംഭവം. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് നമ്മളുടെ കേടിൻ്റെ പുഡിങ്ങാണ്. അപ്പോൾ അതൊന്ന് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതൊരു ശ്രീകണ്ഠൊക്കെ കഴിക്കുന്നൊരു ടേസ്റ്റാണ് കേട്ടോ. ശ്രീകണ്ഠ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എല്ലാം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയും. ലാസ്റ്റായിട്ട് നമ്മളുടെ പൈനാപ്പിൾ പുഡിങ്ങും കൂടെ നമുക്കൊന്ന് കഴിച്ച് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.